ഹായ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവല്ലേ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടും ഉണ്ടാവും അല്ലേ. വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടുകാരായിട്ട് തല്ലുകൂടുമ്പോഴും അതുപോലെ ഹസ്ബൻഡായിട്ട് നമ്മൾ തല്ലുകൂടുമ്പോഴും അതുപോലെ മക്കൾ ചെയ്ത തെറ്റിന് നമ്മൾ ചീത്ത പറയുമ്പോഴൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അയ്യോ അവർ വിഷമിച്ചല്ലോ എന്നുള്ളൊരു മനസ്സിനൊരു കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മാച്ച് കളയുക. അപ്പോൾ നമുക്കെല്ലാവരോടും ക്ഷമിക്കാൻ പഠിക്കാം. നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളുടെ തെറ്റുകൾ നമുക്ക് മാച്ച് കളയാം അല്ലേ. യഥാർത്ഥത്തിൽ അത് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ. ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ശാന്തിക്കും കിട്ടും. അപ്പോൾ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല, നമ്മുടെ മനസ്സാണ് അല്ലേ. ആ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് നമുക്കവിടെ മാപ്പ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് ആ മാപ്പ് അവർ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തതെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതെന്ന് വെച്ചാൽ അവർ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം അവരത് നമ്മളോട് ദേഷ്യപ്പെടുന്നതും അവർ അനുഭവിച്ച വേദന അത് നമ്മളോട് പ്രകടിപ്പിച്ചത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പം നമുക്കവിടെ മാപ്പ് കൊടുക്കാൻ സാധിക്കും. അപ്പം നമുക്കൊരു പുസ്തകം എടുത്തിട്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതുക. നമ്മുടെ ആ ഒരു ദിവസം ഉണ്ടായ അനുഭവങ്ങളൊക്കെ എഴുതി വെക്കുക. നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമം ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് ആ ലാസ്റ്റ് ആ പേപ്പർ കത്തിച്ച് കളയാം. ആ കത്തിച്ച് കളയുന്നതോടുകൂടി നമ്മൾ ആരെയാണോ വേദനിപ്പിച്ച ആ വിഷമം അതോടുകൂടി മാഞ്ഞു പോലെ. അപ്പോൾ മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരും വരെ ബായ്.